നമ്മളിപ്പോൾ ഇന്ന് ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാൻ പോവാണ്. നമ്മൾ 2 ഡേയ്സിൽ 36 വീക്സ് കംപ്ലീറ്റ് ആയിരിക്കുന്നു. അപ്പോൾ എപ്പോൾ വേണേലും ബേബി വരാം. ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ പെൺപടകൾ ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. അതിനു മുന്നേ തുണിയെല്ലാം ഒന്ന് മടക്കി വെക്കാനുണ്ട്. മെറ്റേണിറ്റി ഷൂട്ട് കഴിഞ്ഞതിൻ്റെ ഒരു പൈൽ ഓഫ് തുണികൾ കിടപ്പുണ്ട്, എല്ലാം എടുത്ത് വെക്കണം. അനുക്കൂട്ടൻ വാക്യൂമൊക്കെ ചെയ്ത് സെറ്റാക്കി ഇരിക്കുകയാണ്. എൻസോ ഭയങ്കര ക്ഷീണത്തില്ല. സോ നമുക്ക് എല്ലാവരും വരുമ്പോൾ കാണാം. എൻസോക്ക് എന്താ പറയാനുള്ളത്? ബേബി സിസ്റ്റർ വരുന്നതിന് ഇന്നാണേൽ നല്ല വെതറാണ് കേട്ടോ, തണുപ്പുണ്ട്. പക്ഷേ കാറ്റിൻ്റെ ഒച്ച ബാക്ക്ഗ്രൗണ്ടിലുണ്ടെന്ന് അറിയാം. നല്ലൊരു തെളിഞ്ഞ അന്തരീക്ഷം, ഫോൾ കളേഴ്സൊക്കെ ആയിട്ട് ബാൽക്കണിയിൽ നിന്നിങ്ങനെ നോക്കാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ കാണിച്ചു കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ. നമ്മൾ 17th ഫ്ലോറിലായതുകൊണ്ട് അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട്. പക്ഷേ ശ്രുതിയുടെ അവിനാശിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നോക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. 38ാമത്തെ നിലയിലാണ് അവർ. അപ്പോൾ ഈ റോഡിൻ്റെ ജംഗ്ഷനൊക്കെ ഈ ഐസോമെട്രിക് വ്യൂ പോലെ നമുക്ക് കാണാൻ പറ്റും. ഈ ഭാഗത്ത് ആക്ച്വലി നല്ല വ്യൂ ആണ്. കണ്ടോ, നല്ല കളേഴ്സ് ഉണ്ട്. നല്ല മഴയായിരുന്നു, കുറേയൊക്കെ ഇലകൾ പൊഴിഞ്ഞു പോയി. നോക്കൂ, ഇവിടെയൊക്കെ കളേഴ്സ് നിൽക്കുന്നത് നോക്കൂ. ബാൽക്കണിയിൽ നിന്ന് നല്ല കടു വറക്കുന്ന എന്തൊക്കെയോ മണം, ഭയങ്കര മണം. വായിൽ വെള്ളം വരും. ഇതെന്താണെന്നറിയോ? ഹാലോവീന് അനൂപ് പംകിൻ കാർവ് ചെയ്ത് വെച്ചതാണേ. അമ്മയും ചിറ്റ 2 ആഴ്ചത്തേക്കുള്ള എരിശ്ശേരിക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് അവരെല്ലാവരും കൂടി ഒരു 12 മണിയാകുമ്പോൾ വരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ ഇന്നലെ എനിക്ക് മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടായിരുന്നേ. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഭയങ്കര മേലുവേദനയായിരുന്നു. അപ്പോൾ ഒന്ന് ഉറങ്ങി എണീറ്റപ്പോൾ ഇച്ചിരി ലേറ്റായി. പിന്നെ ഇവിടെ ടൈം മാറി, അപ്പോൾ 1 hour എക്സ്ട്രാ ഉറങ്ങുകയും ചെയ്തു. നന്നായിട്ട് ഉറങ്ങി കേട്ടോ. പക്ഷേ ഇന്നലെ അതുകൊണ്ട് ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് വന്നതേ ഉള്ളൂ. അപ്പോൾ അവർ വരുന്നതിന് മുമ്പേ ഞാൻ ഒന്ന് ജസ്റ്റ് ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ മാറിയിക്കാം, എന്നിട്ട് നമുക്ക് പാക്കിങ് തുടങ്ങാം. ഞാൻ ഡ്രസ്സൊക്കെ മാറി കിടക്കുമായിരുന്നു, പക്ഷെ അവനെയും കൂട്ടാത്തതിൻ്റെ സങ്കടമാണ് അവൻ കാണിക്കുന്നത്. എനിക്ക് ഇവിടെ കിടക്കാൻ സ്ഥലമില്ല. എൻജോയുടെ ബെഡിൽ പോയി കിടക്ക്. ബേബിയുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യണ്ടേ? പാക്ക് ചെയ്യണ്ടേ? പാക്ക് ചെയ്യാം. എന്തൊക്കെയാടാ പറയണേ? വരാം. അവിടെ പോയി കിടക്കാം നമുക്ക്, കേട്ടോ? അവിടെ പോയി കിടക്കാം. കുട്ടിച്ചോ, അതേ ബാൽക്കണി നോക്കുമ്പോ മഴവില് കാണാം, നല്ല മഴവില്. ബാൻസോ, നമുക്ക് മഴവില് കാണാം. ഇതിൽ കൂടുതൽ സൂം ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല, തണുപ്പുണ്ട്. അങ്ങനെ നമ്മുടെ ഗേൾസ് ഗ്യാങ് ഒക്കെ എത്തിയിട്ടോ. ചിറ്റയുടെ കൂടെ ഇവർ കൂടിയാൽ പിന്നെ പറയണ്ട, ബഹളം തന്നെ ബഹളം. അങ്ങോട്ട് ട്രോള്, ഇങ്ങോട്ട് ട്രോള്. പിന്നെ ചിറ്റയുടെ ലൈഫ് സ്റ്റോറിയൊക്കെ കേട്ട് ഇവരിങ്ങനെ ഇൻസ്പിറേഷണലായിട്ട് നിൽക്കുകയാണ്. ചിറ്റ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു, പോയി കഴിഞ്ഞാൽ ഇവരെയൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നേ. ഗ്രൂപ്പിലെ ആദ്യത്തെ സംരംഭം ആയതുകൊണ്ട് ആർക്കും പ്രത്യേകിച്ച് ഐഡിയ ഇല്ല, എനിക്ക് ഉൾപ്പെടെ. എന്നാലും നമ്മൾ നമ്മുടെ ഐഡിയയിൽ പാക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പൊ 3 ഡ്രസ്സ് ബേബിക്കുള്ളത് നമുക്ക് എടുത്തുവെക്കാം. ആദ്യമേ അത് ഞാൻ ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ടേ. ഇത് ഞാൻ ഫസ്റ്റ് ഇരിക്കാൻ ഓർത്തെ. അതിന്റെ ബോ നമുക്ക് ചൂസ് ചെയ്യണം. എനിക്ക് ഇങ്ങനത്തെ ബോയിനെക്കാട്ടിലും ഇത് ഭയങ്കര വലുതല്ലേ? അതായത് ജനിച്ച കൊച്ചിന് കുറച്ച് വലുതായിരിക്കും. ഒരു 2 മാസമായി നമുക്ക് വൈറ്റ് എടുക്കാം. ഇത് വേണ്ട, വൈറ്റ് അത് ചേർത്തിട്ട്. ഓക്കെ, ഇത് എടുക്കണം കൂടെ? വേണ്ട, അത് വേറൊരു കളർ തന്നെ. ഇതും വേറെ ആണോടെ? ഇത് ചെറുതായിരിക്കും.
വരുന്ന പോലെ ഇരിക്കും. നിന്നെ വേറെ ഒന്നുണ്ടോ? ഇത് എനിക്ക് മറ്റേ ഗിഫ്റ്റ് കിട്ടിയതാ. കൂടി ഷഡ്ഡിയുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ അല്ലേ കുഞ്ഞുങ്ങള്? ഇതിപ്പോ ഇങ്ങനെയാ കിടക്കണേ. ഇവിടെയാണോ? അല്ല, കേരളത്തിന്റെ അല്ല, ബേബി ഡോൾസ് അതിനൊക്കെ പുതിയ ഫാഷനാ. എന്തൊക്കെ ഫാഷനല്ലേ ഇത് നല്ല രസമുണ്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് എല്ലാത്തിനും ഈ ഷഡ്ഡികളാണ്. ഷഡ്ഡിയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 3 ഡേയ്സിലേക്കുള്ളത് പാക്ക് ചെയ്യാം. മാക്സിമം 3 ഡേയ്സ് ആവുന്നു. എന്റെ ഡ്രസ് ഞാൻ എടുത്ത് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരെ പാക്ക് കുറേ നാളായിട്ട് മാറ്റിവെച്ച ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ഇവരെല്ലാവരും വന്നതുകൊണ്ട് പെട്ടെന്ന് തീർന്നു. എന്തൊക്കെയാണ് വെച്ചതെന്നുള്ളത് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാമേ. പിറ്റേ ദിവസം തന്നെ വീഡിയോ എടുക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ക്ഷീണം കാരണം കുറച്ച് വൈകിപ്പോയി. പക്ഷെ ഉന്തിത്തള്ളി ഞാൻ എടുത്തു. കുറേ ദിവസം കഴിഞ്ഞിട്ട് ആണ് എനിക്കൊരു ടൈം കിട്ടിയത്. ഞാനിപ്പോൾ ഹോസ്പിറ്റൽ ബാഗിൽ എന്തൊക്കെയാണ് നമ്മൾ പാക്ക് ചെയ്തതെന്ന് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. സോ ഇത് കുറച്ച് ക്രിബ് ഷീറ്റ് 2 അവിടെ ഉണ്ടാവും, എന്നാലും ജസ്റ്റ് ഒരു സ്പെയർ ആയിട്ട് എടുത്ത് വെച്ചതാണ്. പിന്നെ ഇത് ബേബിയുടെ ബാത്ത് ആക്സസറീസാണ്. ഷാമ്പൂവും പിന്നെന്താ ഓയിലും ഡയപ്പർ ക്രീമും വൈപ്സും. പിന്നെ ഇത് ബേബി സ്റ്റഫ്സ് ആണ്. അതിനകത്ത് ഫോട്ടോ എടുക്കാനുള്ള കുറച്ച് സാധനങ്ങളും പിന്നെ നെയിൽ കട്ടേഴ്സും അങ്ങനത്തെ എല്ലാം ഉണ്ട്. പിന്നെ പാസിഫയർ 2 സ്റ്റെറിലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫോട്ടോ എടുക്കാനായിട്ട് പോളറോയിഡിൻ്റെ ക്യാമറ. ഇത് ബേബിയുടെ ഫസ്റ്റ് ഫോട്ടോ എടുക്കുമ്പോൾ എനിക്ക് ഇടിക്കാനുള്ള ഡ്രസ്സാണ്. അത് ബേബിയുടെ ഡ്രസ്സും ബേബിയുടെ ഹെയർ ബാൻഡും എല്ലാം അതുപോലെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കമ്മിങ് ഹോം ഔട്ട്ഫിറ്റ്.
ഇങ്ങോട്ട് വരുമ്പോൾ ഇടുന്ന ഡാഡിക്ക് പറഞ്ഞുതരാം. പിന്നെ ബർബ് ക്ലോത്തും ഉണ്ട്, ലേബിൾ ചെയ്തിട്ടുണ്ട് ബ്ലാങ്കറ്റ്സ്. ബ്ലാങ്കറ്റ്സ് ലേബിൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഗോയിങ് ഹോം ഔട്ട്ഫിറ്റ്. അത് ജാക്കറ്റും ഇപ്പം തണുപ്പായതുകൊണ്ട് പിന്നെ ഒരു വൺസി. ഇത് നമ്മുടെ ബേബിയുടെ ഫസ്റ്റ് ഡ്രസ്സും പിന്നെ ഒരു എക്സ്ട്രാ ഡ്രസ്സും എടുത്തിട്ടുണ്ട്. പാസിഫയർ സ്റ്റെറിലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ബേബി സ്റ്റഫ്സ്, ബേബി ബാത്ത് ഐറ്റംസ്. ഇത് ബേബിയുടെ ബ്ലാങ്കറ്റ്. പിന്നെ ഇത് ബേബിയുടെ ടവൽ, അവിടെ കുളിപ്പിക്കുന്ന പറഞ്ഞ ടവലും ചെറിയ 2 ടവലും ഉണ്ട്. സ്വാഡിൽ ചെയ്യാനായിട്ട് വേണ്ടി വരില്ലായിരിക്കും ചിലപ്പോൾ, പക്ഷെ നമുക്കൊരു കരുതലായിട്ടുള്ള 2 എടുത്തേക്കാം. ജസ്റ്റ് 2 എടുത്തിട്ടുണ്ട്. ഒരു ടോയ് നമ്മൾ വാങ്ങിയതാ. ടോയ്ക്ക് കളിക്കാൻ പറ്റുമോ അറിയില്ല, എന്നാലും ഫോട്ടോ കളിക്കത്തില്ല എന്തായാലും. പിന്നെ ഒരു ബ്ലാങ്കറ്റ്. ഇത്രയുമാണ് ബേബി സ്റ്റഫ്സ് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് എൻ്റെ അണ്ടർ ഗാർമെൻറ്റ്സ് എല്ലാം ഉണ്ട്, ലേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം. പിന്നെ ഇത് മമ്മി സ്റ്റഫ്സ് ആണ്. മമ്മി സ്റ്റഫ്സിൽ ക്രീംസും പിന്നെ ഇതൊരു ബാം ആയിരിക്കും നടുവേദനയൊക്കെ വല്ല എടുക്കുകയാണെങ്കിൽ. ഹെയർ ബാൻഡ്, പിന്നെന്താ സോക്സ്, അങ്ങനത്തെ ഒക്കെ സാധനങ്ങളാണ്. ചാർജിങ് കേബിള് പിന്നെ കൊണ്ടുവന്നത്. പിന്നെ ഒരു ഷൂസ് ഉണ്ട്, 2 പൈജാമ സെറ്റ് ഉണ്ട്. അവിടുത്തെ ടിഷ്യൂ പേപ്പർ അത്ര കട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് 2 ടിഷ്യൂ പേപ്പർ കൊണ്ടുപോകണം. ടിഷ്യൂ പേപ്പർ അവിടെ നിന്ന് എടുക്കണേ. ഇതിൽ എക്സ്ട്രാ സ്പെയർ ക്ലോത്ത്സ് എന്ന് എഴുതിയേക്കുന്നതുണ്ടോ നോക്ക്. ഇതാണ് ഡാഡിയുടെ ഡ്രസ്സ്, സ്പെയർ ക്ലോത്ത്സ്. ഇത് എന്താ ക്യാമറയിൽ ഞാൻ ഫിലിം ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, റീഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ഡൈപ്പേഴ്സും ബേബിയുടെ സാധനങ്ങളും പിന്നെ എൻ്റെ പോസ്റ്റ്പാർട്ടം റിക്കവറി കിറ്റ്സും അതെല്ലാം ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യും. കംപ്ലീറ്റ്ലി ഫ്രീ ആണ് എല്ലാം. പിന്നെ ആക്ച്വലി ഈ കുളിക്കുന്ന സാധനങ്ങളും അതും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പക്ഷേ നമുക്ക് ജസ്റ്റ് ഒരു സേഫ്റ്റിക്ക് വേണ്ടി എടുത്തെന്നുള്ളൂ, ബാക്കപ്പ് ഓപ്ഷനായിട്ട്. സോ എക്സൈറ്റഡ് ആണോ? എൻജോ എക്സൈറ്റഡ് ആണോ? എൻജോ ഇനിയിപ്പോൾ എപ്പോൾ വേണേലും ബേബി വരാം. സോ നമ്മളിതെല്ലാം പാക്ക് ചെയ്ത് ഇന്ന് തന്നെ വണ്ടിയിലേക്ക് കയറ്റാൻ പോവാം. അതാകുമ്പോൾ എവിടെ വേണേലും പോയിട്ട് വാട്ടർ ബ്രേക്കോ അല്ലെങ്കിൽ പെയിൻ വരുവാണെങ്കിൽ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയാൽ മതിയല്ലോ. അതുകൊണ്ട് വണ്ടിയിൽ തന്നെ സേഫായിട്ട് പെട്ടിയൊക്കെ വെച്ചേക്കാന്ന് ഓർത്തു. ഇതിൻ്റെ കൂടെ ഫീഡിങ് പില്ലോയും ഉണ്ട്. ഫീഡിങ് പില്ലോയും ഇതിൻ്റെ കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് പാക്ക് ചെയ്തിട്ടില്ല പെട്ടിയിൽ, എക്സ്ട്രാ വേറെ എടുത്ത് വെച്ചേക്കാം. പിന്നെ ഇവിടെ മസ്റ്റായിട്ട് വേണ്ടത് കാർ സീറ്റ് നമ്മൾ റെഡിയാണ്. അതെല്ലാം വണ്ടിയിൽ നിന്ന് കയറ്റാൻ പോവാണ്. അപ്പം ശരി, ബൈ. എന്ത് പെട്ടെന്നാണല്ലേ സമയം പോയത്. പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത ആ ഒരു സമയമാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. അത് കഴിഞ്ഞ് ദേ ഇപ്പോൾ 37 വീക്സിലേക്ക് എത്താറായി. ഇനിയൊരു 1 മന്തിനുള്ളിൽ ബേബിയെ നമുക്ക് കാണാം. ബേബിയെ കാണുന്ന എക്സൈറ്റ്മെൻറ്റിൻ്റെ കൂടെ തന്നെ അനൂപ് ബേബിയായിട്ട് എങ്ങനെയായിരിക്കും, അമ്മ അച്ഛനും ബേബിയെ കളിപ്പിക്കുന്നത് കാണാനും അനിയൻകുട്ടൻ ബേബിയെ കളിപ്പിക്കുന്നത് കാണാനും സംസാരിക്കുന്നത് കാണാനും പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലെ ആദ്യത്തെ ബേബി ആയതുകൊണ്ട് അവരെല്ലാവരും ബേബിയായിട്ട് കളിക്കുന്നത് കാണാനും ഒക്കെയാണ് എനിക്ക് അതിലേറെ എക്സൈറ്റ്മെൻറ്റ്. എന്തായാലും ഇവരെല്ലാവരും ഒപ്പം ഉള്ളതുകൊണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട് ദ ബേബി ഈസ് വെരി ലക്കി. എനിക്ക് മാത്രമല്ല ഇവരെല്ലാവരും ബേബിയെ കാണാൻ വെയിറ്റിംഗ് ആണ്.